ഗുഡ് മോർണിംഗ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതുകൂടാതെ ഇന്ന് വെച്ചിട്ട് പിറന്നാൾ കൂടിയാണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കണ്ടാലോ. അങ്ങനെ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് കുളിച്ച് നാമം ചൊല്ലുവാണ്. അമ്മ നാമം ചൊല്ലുന്ന സമയത്ത് ഞാൻ കുളിക്കുന്നതിന് മുന്നേ കിച്ചണിലെ കുറച്ചൊക്കെ പരിപാടികൾ തീർക്കും. അങ്ങനെ നമ്മുടെ നീലമ്മ ഇവിടെ ഭയങ്കര സൂപ്പർ ഓർഗത്തിലാണ്. ഗുഡ് മോർണിംഗ്. ഉറങ്ങിയോ? എഴുന്നേക്കുന്നില്ലേ നീലമ്മ? അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ്. അപ്പോൾ ഞാനത് റെഡിയാക്കുവാണ്. അങ്ങനെ അമ്മ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ കുളിക്കാൻ കയറും. അങ്ങനെ കുളിച്ച് റെഡിയായി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ്. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കണം, അച്ഛൻ്റെ പിറന്നാളാണ്. അങ്ങനെ ഇടയ്ക്ക് ചേട്ടൻ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ അടുത്തത് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കുവാണ്. ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിനരിയുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് സാമ്പാറിനരിയുക എന്നുള്ളത്. അങ്ങനെ ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ റെഡിയായിട്ടുണ്ട്. അത് അരിഞ്ഞ് അടുപ്പേ വെച്ചപ്പോഴത്തേക്കിനും അമ്മ വന്ന് അമ്പലത്തിൽ നിന്ന്. അങ്ങനെ ഇടയ്ക്കൊരു ശബ്ദം കേട്ടു. അപ്പൂപ്പാന്നൊരു വിളി കേട്ടതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടുക. ഗുഡ് മോർണിംഗ്. നമുക്ക് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് പറയണ്ടേ? കുഞ്ഞിനെ നോക്കിയിരിക്കാം എല്ലാരും. ബാ, കുഞ്ഞാണ് അപ്പൂപ്പ വിളിച്ചേ? ഉപ്പ വിളിച്ച കുഞ്ഞാണോടാ?
അപ്പൂപ്പയുടെ ബർത്ത്ഡേ ആയിന്ന്. അപ്പൂപ്പയുടെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഫാൻ ഒന്ന് നിർത്തിക്കാച്ചാ. അപ്പൂപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ പറ. ഇല്ല, ഞാൻ ഇട്ട ഉടനെ ജയഞ്ചേട്ടന് ജന്മദിനാശംസകൾ ഇട്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നിക്ക് കണ്ണ അപ്പൂപ്പന് നീ ഗ്രൂപ്പ് തുറന്നു കൊടുത്തേ കുഞ്ഞിന്. എല്ലാവർക്കും ഹാപ്പി, എല്ലാവർക്കും അല്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ. ഇനി എൻ്റെ അപ്പൂപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. എൻ്റെ അപ്പൂപ്പൻ്റെ എന്ന് പറ. കുഞ്ഞാ നിക്കടാ. വേണ്ടേ, എന്നാ അമ്മ പോവാ. ജയഞ്ചേട്ടാ വിളിക്കുന്നു. കുഞ്ഞാണോ അപ്പൂപ്പയെ വിളിച്ചേ മുമ്പേ? ആണോ? എഴുന്നേറ്റിരി. എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? വിഷ് ചെയ്തേ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. അപ്പൂപ്പോട് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ പറ, വിഷ് ചെയ്യേ. ഒരു ഉമ്മായും ഒക്കെ കൊടുക്കുക. ഉമ്മായ കൊടുക്കണ്ട, ഉമ്മ കൊടുക്കും. അപ്പൂപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ പറ. എന്തിനാ പിന്നെ അപ്പൂപ്പ വിളിച്ചേ? അപ്പൂപ്പയുടെ എന്താ ഹാപ്പി ബർത്ത്ഡേ? അപ്പൂപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൂപ്പ എന്തിനാ വിളിച്ചേ? അമ്മയുടെ അല്ല, അപ്പൂപ്പയുടെ. അപ്പൂപ്പയോട് പറ. ചെല്ല്. വേണ്ടച്ചാ. ഉറക്കെ പറ, അപ്പൂപ്പ കേക്കണ്ടായോ? വീഡിയോ എടുക്കുന്നതിനാണോ? ഇനിയുള്ള പരിപാടികളെല്ലാം നീലമ്മയുടെ പരിപാടികളാണ്. അവളെ കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, കഴിപ്പിക്കുക, അവിടെ പുറകെ നടക്കുകയാണ് നമ്മുടെ മെയിൻ പരിപാടി. ചുമ്മാതാ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും നല്ല കുഞ്ഞാൻ പല്ല് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന്. അല്ല, ഇത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. എന്നും രാവിലെ എഴുന്നേൽക്കുന്നതേ എനിക്ക് പല്ല് തേക്കണ്ട, കുളിക്കണ്ട എന്ന് പറഞ്ഞാണ്. കുഞ്ഞാക്കെല്ലാം അമ്മ തേപ്പിക്കും. ഇതിലുണ്ട് സ്റ്റാൻഡേല്. പൊന്നെ ഉമ്മ എന്റെ പല്ല് കേൾക്കുന്നില്ലേ?
പൗഡറാണ് ഇന്നും തേക്കുന്നത് നമ്മള്. തേച്ചേ അങ്ങോട്ട് തേച്ചേ. ഗുഡ് ഗേൾ അല്ലേ, ഗുഡ് ഗേൾ. ഇപ്പൊ പല്ലേക്ക് കാപ്പി ബർത്ത്ഡേ കേക്ക് മേടിക്കുമ്പോ തിന്നണ്ട. പല്ലേക്ക നിന്നിട്ട് പല്ലേക്ക അല്ലേ? പല്ല് കേൾക്കുന്ന നല്ല കണ്ണാ. അതായത് ഓർമ്മ അതിനകത്ത് ഓർമ്മ അതിനകത്ത്. അങ്ങനെ ഇന്നത്തെ ലോട്ടറി അമ്മയ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ അമ്മ കുളിപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കും. അപ്പോൾ ഇന്ന് അവൾ നിർബന്ധം പിടിച്ചായിരുന്നു അമ്മ കുളിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് അമ്മയാണ് അവളെ കുളിപ്പിച്ചത്. അമ്മയുടെ അടുക്കളയിൽ എന്തോ വേവുന്നേന്ന് ഞാൻ ചോദിക്കാൻ. നമ്മുടെ അവിയല്, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ എന്തൊക്കെ? സാമ്പാറ്, പുളിശ്ശേരി, ഇഞ്ചി മാങ്ങ നാരങ്ങ. പുളിശ്ശേരി ഉണ്ടോ? വെച്ചില്ലല്ലോ. തോരന്, സദ്യവട്ട ഇല്ല. കത്തിരിക്ക വെക്കണല്ലോ. കൊള്ളാത്ത തൈരാണ്. അങ്ങനെ കടുമാങ്ങ ഇടാനായിട്ട് ഞങ്ങൾ മോളി മാങ്ങ പറിക്കാൻ പോവാണ്. എന്തെടുക്കുവാടി? ഏതാഘോഷം ഉണ്ടെങ്കിലും അച്ഛനാണ് ഇവിടെ പായസം ഉണ്ടാക്കുന്നത്. അച്ഛൻ്റെ പായസം സൂപ്പറാണ്. അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ തന്നെ അറിയിപ്പിക്കും. അങ്ങനെ നീലു അല്ലിക്കട്ടിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ എന്തോ അവിടെ പരിപാടി എന്ന് നോക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഇന്ന് അടുക്കളയിൽ ഇച്ചിരി ബിസി ആയതുകൊണ്ട് നീലുവിനെ കുളിപ്പിച്ച ഉടനെ ഒരുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രീ ആയപ്പോൾ അവളെ ഒരുക്കാമെന്ന് വെച്ചു.
എടി ശ്രീ പാർവതി ആ ബാഗിനകത്ത് ഉണ്ടല്ലോ, കറുപ്പല്ല മറ്റേ ബാഗിനകത്തൊരു ചുമന്ന ഇങ്ങെടുത്തോ. പറ്റിച്ചേ ഉണ്ടല്ലോ, നീലുവിനെ പറ്റിച്ചേ. എന്താ പുതിയ ചിരി, അല്ലിരിക്കുന്നു. താങ്ക്സ്. കൊണ്ടുപോക്കോ നിങ്ങൾ, കൊണ്ടു കൂടി കെട്ടാറുണ്ടേ. ഫോട്ടോ എടുക്കണ്ടായോ? അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡിയാണ്. ഒരു മണി ആയപ്പോഴത്തേക്കിനും അച്ഛൻ എല്ലാം വെട്ടിക്കൊണ്ട് വന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1:30 ആയപ്പോഴത്തേക്കിനും സദ്യ വിളമ്പാൻ തുടങ്ങി ഞങ്ങൾ. എനിക്കിരിക്കാൻ പറയണ്ട, ഇവിടെ മുമ്പേ അവളിപ്പോ ഭാവത്തിരിക്കും. ശ്രീവാർ ഒരു വളച്ച ചെയ്തിരിച്ചിട്ടുണ്ട്. നീലിനും അല്ലിക്കും പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോറും വേണ്ട, ഒന്നും വേണ്ട, പപ്പടം മാത്രം തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മ ആദ്യമേ പപ്പടം പൊടിക്കുവാണ്. അവളെടുത്ത് പപ്പടം മാത്രം തിന്നായിരിക്കും. അത് കുഞ്ഞു വെച്ചോ, അതവിടെ വെച്ചോ, അല്ലിട്ട് കൊടുക്കാം. പൊടിച്ചു കൊടുക്കാം. നീ എവിടെ ആ പ്ലാസ്റ്റിക് കസേര എവിടെ ഇട്ടിട്ടടി ദേവേ, 5 അവിടെ ഇരുന്നോളൂ. പപ്പടം പൊടിച്ചോടല്ല, പപ്പടം മാത്രം തിന്നില്ല. കഴിക്കും കഴിക്കും. പപ്പമില്ല, പപ്പമില്ല, തീർന്നു. ഒരു വായ നിന്ന് വായിക്കാത്തൊരു നേരത്തില്ല. ഫോട്ടോ എടുക്കേണ്ടതാണേ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ച് ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ദാണ്ട്രാ നീലുവിന് അല്ലി അടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. കരയാതിരിക്കാമെങ്കിൽ അപ്പ ഫോം വിളിക്കാം.
അല്ലി എടുത്ത് പോവാന്ന് പറഞ്ഞില്ലേ? ഉറങ്ങി എണ്ണിക്കുമ്പോ അല്ലി എടുത്ത് പോകാം. അങ്ങനെ കരങ്ങി കരങ്ങി ആൾ ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. വാതിക്കയിൽ അച്ഛനും അമ്മയും സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. ഇന്ന് അപ്പൂപ്പയ്ക്ക് ഗോൾ അടിച്ചല്ലോ. താങ്ക് യു. പാലൂടെ കൂടി നീലുവിന് പാലും മിച്ചറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എൻ്റെ മിറ്റവും പെരയ്ക്കാവും തൂക്കാന്നുള്ളതാണ്. വിളക്ക് കത്തിക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഇട്ടേക്കുന്ന ഒരേപോലത്തെ ഡ്രസ്സ് കുഞ്ഞാറ്റയുടെ കൊച്ചിലത്തെ ഉടുപ്പാണ്. അവൾക്ക് ആരോ ഒരേപോലത്തെ ഉടുപ്പ് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ട് ആവാമെന്ന്. ഇവർ രണ്ടുപേരുടെ ഒട്ടുമിക്ക ഉടുപ്പുകളും ഒരേപോലത്തെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് മേടിക്കുന്നത്. ഞങ്ങൾ എവിടെ പോയാലും രണ്ടുപേർക്കും ഒരേപോലത്തെ ഉടുപ്പ് മേടിക്കും. വീട്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു കണ്ടെത്തി പോയി എടുക്കാമെന്ന്. അവിടെ നല്ല ഗ്രീനറി ആയിരുന്നു. ഞങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്തപ്പോൾ ഇപ്പോൾ അതെല്ലാം ചെത്തി വാരി പിള്ളേർ ഇവിടെ കളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നെസ്റ്റ് അടിച്ച് പോയി ഗായ്സ്. ബിക്കോസ് ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങളുടെ പരിപാടി ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫുട്ബോൾ അല്ല ക്രിക്കറ്റായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഫാമിലി ഫുള്ള് വന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് എല്ലാവരും കൂടെ കുടുംബക്കാവിൽ വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ്. എന്റെ ചിറ്റപ്പ അങ്ങനെ ഞങ്ങൾ കാവ്യ വിളക്കൊക്കെ കത്തിച്ച് തിരിച്ചു വന്നു. വീട്ടിൽ വിളക്ക് കത്തിച്ചേക്കുന്നതിന് മുന്നിൽ നിന്ന് കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ പറയുവാണ് അമ്മ. രാമപാദം ചേരണേ മുകുന്ദ രാമപാദിമ അത് തൊഴ അമ്പൂജി രണ്ട് കൈ കൊണ്ട് തൊട്ട് വന്ന് ചെയ്തിങ്ങനെ എനിക്കൊരു സെറ്റും മുണ്ടും വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞു. നീലുവിന് ഡിന്നറിനുള്ള സമയമായി. അതുകൊണ്ട് അവൾക്ക് ഏത്തയ്ക്ക വെച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്.
പോത്തിനകം ഇവിടെ വന്നതാണോ? മോനെ എന്നാ വരുന്നേന്ന് ചോദിച്ചേ. എന്തിനാ കരയുന്നേ? എന്നാ വരുന്നേന്ന് ചോദിക്കേ. ദില്ലിയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പൊട്ട് വലിയ പൊട്ടാണോ? വലിയ പൊട്ട, ചെറിയ പൊട്ട തൊടാമേ. തൊടാം, നമുക്ക് ചെറിയ പൊട്ട തൊടാമേ. അപ്പൊ ഗൈസിനോട് പറ നമ്മൾ പോവാന്ന്, കിടന്നുറങ്ങാൻ പോവാന്ന് പറ. ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടാറ്റ, ബൈബി, ഗുഡ് നൈറ്റ്. മോടുത്ത് ഫ്ലാങ്കീസ് കൊടുത്തേ.